ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പീരിയഡ്സിനെ കുറിച്ചിട്ടാണ്. പീരിയഡ്സിനെ കുറിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ എന്താ പീരിയഡ്സ് എന്ന് പറഞ്ഞുതരാം. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പറയണതെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രീ ടീനേജിലുള്ള ഗേൾസ്, ബോയ്സ്, അതുപോലെ തന്നെ ടീനേജിലുള്ള ഗേൾസ് ആൻഡ് ബോയ്സ് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇതെന്തിനാണ്? നമ്മുടെ ബോഡീനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ പ്രഗ്നൻസി സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്രസിൻ്റെ ലൈനിങ്ങും ബ്ലഡും, അതായത് ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്രസ് സെറ്റാക്കി വെച്ച എല്ലാ കാര്യങ്ങളും വെജൈനയിലൂടെ ഷെഡ് ചെയ്ത് പുറത്ത് വരും. ഓക്കെ, അതാണ് മെൻസ്ട്രൽ ബ്ലഡ്. ഓക്കെ, ഇതാണ് പീരിയഡ്സ്. ഓക്കെ, ബട്ട് ഇത് അത്ര ഈസി അല്ല പറയുന്ന പോലെ. ഇതിൻ്റെ കൂടെ നമ്മൾ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് പെയിൻ ഉണ്ടായിരിക്കും, ക്രാംസ് ഉണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ പല 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 സിംറ്റംസും ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒരു 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഇതിനിടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഏജിലായിരിക്കും പീരിയഡ്സ് ഉണ്ടാവാൻ, ഫസ്റ്റ് പീരീഡ് ഉണ്ടാവാൻ. ഓക്കെ, അതുപോലെ തന്നെ 13 to 50 ml ബ്ലഡാണ് ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും നമ്മളെ ബോഡിയിൽ നിന്ന് ലോസ്റ്റ് ആവുന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ലേഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും സൈക്കിൾ അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ഫേസസ് ഉണ്ട്. ഓക്കെ, മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേഷൻ ഫേസ്, ലൂട്ടിയൽ ഫേസ്, ഇങ്ങനെ 4 ഫേസസ് ആണുള്ളത്. ഇനി ഓരോ ഫേസസും എന്താ, അതിൽ എന്തൊക്കെയാണ് ഫീൽ ചെയ്യണേ, എന്താ നടക്കണേ ഒക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് മെൻസ്ട്രൽ ഫേസിൽ തന്നെ തുടങ്ങാം. ഇപ്പോഴാണ് നമ്മൾ മെൻസ്ട്രേറ്റ് ചെയ്യുക, അതായത് പീരീഡ് ആവുക. നമ്മളെ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഇപ്പം നമുക്ക് ക്രാംസ് ഉണ്ടായിരിക്കും, ടയേർഡ്നെസ് ഉണ്ടായിരിക്കും, ബ്ലോട്ടിങ് ഉണ്ടായിരിക്കും, ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും, ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, യൂട്രസ് നമ്മളെ ബേബിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ ടിഷ്യൂ, മ്യൂക്കസ്, അതൊക്കെ ഷെഡ് ചെയ്യുന്നതാണ് പീരിയഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് മാത്രമല്ല ഉണ്ടാവാൻ, ടിഷ്യൂ ഉണ്ടായിരിക്കും, ലൈനിങ് ഉണ്ടായിരിക്കും, യൂട്രസിൻ്റെ ലൈനിങ് ഉണ്ടായിരിക്കും, മ്യൂക്കസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ബ്ലഡിൽ നിന്നും അതിനെ കാണാനായിട്ടും ആ ഒരു ടെക്സ്ചർ ആണെങ്കിലും ഒക്കെ വ്യത്യാസമുള്ളത്. ആവറേജ് 30 to 80 ml ബ്ലഡാണ് ഓരോ മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് ലോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ഫോളിക്കുലർ ഫേസ് ആണ്. ഫോളിക്കുലർ ഫേസ് എന്ന് വെച്ചാൽ ഈ മെൻസ്ട്രൽ ഫേസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ തൊട്ടിട്ട് ഓവുലേഷൻ ഫേസ് വരെയാണ് ഫോളിക്കുലർ ഫേസ്. നമുക്കിതൊരു 1 to, അതായത് മെൻസ്ട്രൽ ഫസ്റ്റ് പീരീഡ് ഡേ നമുക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 to 13 ഡേ വരെയാണ് ഫോളിക്കുലർ ഫേസ് ആവറേജ് ഉണ്ടാവാൻ, അല്ല ഏകദേശം ഉണ്ടാവാൻ. നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് FSHനെ റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഓവറീസ് എഗ്സിനെ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങും. അതിൽ ഒന്നായിരിക്കും മെച്യൂർ ആവാൻ അല്ലെങ്കിൽ ഡോമിനൻ്റ് ആവാൻ. ഇപ്പോൾ ഭയങ്കര ടൈനി ആയിട്ടുള്ള പോസിബിലിറ്റീസേ ഉള്ളൂ ബേബിക്ക് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ യൂട്രസിൻ്റെ ലൈനിങ് വീണ്ടും റീഗ്രോ ആവാൻ തുടങ്ങും. നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ചുകൂടി നല്ല മൂഡൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ. ബെറ്റർ ആയിരിക്കും നമ്മൾ. നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ മൊത്തത്തിൽ ഒന്ന് ഗ്ലോ ചെയ്യും, നമ്മളൊന്ന് ബെറ്റർ ആവും. പിന്നെ നെക്സ്റ്റ് ഫേസ് ആണ് ഓവുലേഷൻ ഫേസ്. ഓവുലേഷൻ ഫേസ് ഡേ 14 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ എഗ്ഗ് ഉണ്ടല്ലോ, ഈ മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള എഗ്ഗ്, അത് ഓവറിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ നമ്മൾ ഭയങ്കര ഗ്ലോ ആയിട്ട്, കുറച്ചുകൂടി ഹാപ്പി ആയിട്ട്, കുറച്ചുകൂടി സെക്സ് ഡ്രൈവ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഭയങ്കര കുറച്ചുകൂടി ഒന്ന് ഗ്ലോ ആവാനും ഹാപ്പി ആവാനും, അതുപോലെ തന്നെ ഒന്ന് ഗോർജസ് ആവും നമ്മൾ കുറച്ചുകൂടെ. എൻ്റെ വോയിസ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുവാണ്. മൊത്തത്തിൽ വോയിസ് എന്തോ പറ്റിപ്പോയിട്ടുണ്ട്. ബേബി ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടാൻ നമ്മൾ സ്പേമിന് വേണ്ടിയിട്ട് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ സ്പേം അവിടെ ഉണ്ടെങ്കിൽ യു ഗെറ്റ് പ്രഗ്നൻറ്റ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്.
നമ്മളെ ഓവുലേഷൻ ഫേസിന് ശേഷമാണ് ഇത് ഉണ്ടാവാൻ. എപ്പോൾ വരെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമ്മളെ മെൻസ്ട്രൽ ഫേസ് വരെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്രാംസ് ഉണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും, അനോയിഡ് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഉണ്ടായിരിക്കും, ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടായിരിക്കും, ആക്നി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫുഡ് ക്രേവിങ് ഉണ്ടായിരിക്കും, ഫാറ്റിഗ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് സിംറ്റംസ്. ഈ സിംറ്റംസിനെ പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് അല്ലെങ്കിൽ PMS എന്ന് പറയും. ഓക്കെ, ബോഡി പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. പ്രഗ്നൻസി ഉണ്ടായില്ലെങ്കിൽ ഹോർമോൺസ് ഫോളോ ആവും. ഓക്കെ, അപ്പോൾ ഈ ഫേസ് എന്താ മനസ്സിലായി, ഫസ്റ്റ് ഓഫ് ഓൾ പീരീഡ്സ് എന്താ മനസ്സിലായി, അതിനകത്ത് എത്രത്തോളം ബ്ലഡ് ആവറേജ് ലോസ്റ്റ് ആവും മനസ്സിലായി, എപ്പോൾ പീരീഡ്സ് ഉണ്ടാവാൻ മനസ്സിലായി, അതുപോലെ തന്നെ പിന്നെന്താ മനസ്സിലായേ, പിന്നെന്താ ഞാൻ പറഞ്ഞേ, ഏത് ഏജിൽ, അത് മനസ്സിലായില്ലേ. പിന്നെ ഓരോ ഫേസസും മനസ്സിലായി. ഇനി നമുക്ക് ബ്ലഡിൻ്റെ കളർ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അത് ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. പിന്നെ ഉള്ളതാണ് ഡാർക്ക് റെഡ്, അത് കുറച്ചുകൂടെ പഴയ ബ്ലഡ് ആയിരിക്കും. ബ്രൗൺ ബ്ലഡ് ആണെങ്കിൽ ഓൾഡർ ബ്ലഡ് ലീവിങ് ദി യൂട്രസ്. ഓക്കെ, പിന്നെ പിങ്ക് ആണെങ്കിൽ ലൈറ്റ് ഫ്ലോ ഒക്കെ ഉണ്ടാകുമ്പോൾ പിങ്ക് ബ്ലഡിങ് ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സെർവിക്കൽ ഫ്ലൂയിഡുമായിട്ട് മിക്സ് ആയാലൊക്കെയാണ് ഈ പിങ്ക് കളറൊക്കെ ഉണ്ടാവാൻ. ഇനി എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാനായിട്ട് എന്ത് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ പാഡ്സ് ആണ്. ഈ പാഡ്സ് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഓഫ് കോഴ്സ് പാഡ്സ് ചൂസ് ചെയ്യുക. ഇനി പാഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പാഡ്സ് ഇതൊന്നും അറിയാത്തവരുണ്ടാവില്ല, ബട്ട് ആരെങ്കിലും കുഞ്ഞു കുട്ടികളോ മറ്റോ കാണുന്നുണ്ട്, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും ബോയ്സ് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ സ്റ്റിൽ എല്ലാവർക്കും അറിയാമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയാം എല്ലാവർക്കും ഒന്നും ഇതറിയില്ല എന്നുള്ളത്. സോ യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുള്ളത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നേ, പാഡിൻ്റെ ബാക്കിൽ സ്റ്റിക്കർ ഉണ്ടാവും, അത് ഒന്ന് പറിച്ച് കളയുക. എന്നിട്ട് അത് നമ്മളെ അണ്ടർവെയറിൻ്റെ മുകളിൽ ഒട്ടിക്കുക. എന്നിട്ട് അതിന് വിങ്സ് ഉണ്ടെങ്കിൽ അതും പറിച്ചിട്ട് വിങ്സും ഒട്ടിക്കുക. ഓക്കെ, പിന്നെ ഇത് റെഗുലർലി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ബ്ലഡിനെ കളക്ട് ചെയ്യല്ല ചെയ്യുക, അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇനി എപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടേ ചോദിച്ചാൽ ഒരു 4 hours നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതായത് നന്നായിട്ട് ബ്ലഡ് അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഫീൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെയുള്ളതാണ് ടാമ്പോൺസ് വെജൈനയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇതും നമ്മൾ റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യണം. ഇതും ബ്ലഡിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുക, കളക്ട് ചെയ്യല്ല. പിന്നെയുള്ളതാണ് മെൻസ്ട്രൽ കപ്പ്, മൈ ഫേവറേറ്റ്. ഇത് ബ്ലഡിനെ കളക്ട് ചെയ്യാണ് ചെയ്യുക. ഇതും വെജൈനയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യണം. ഇത് റീയൂസബിൾ ആണ്. ഈ പാഡ്സും ടാമ്പോൺസും റീയൂസബിൾ അല്ല. പിന്നെ പാഡ്സ് റീയൂസബിൾ ആയിട്ടും വരുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്, ബിക്കോസ് ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ആണ് ഞാൻ അത് പ്രിഫർ ചെയ്യാത്തുള്ളത്. നന്നായിട്ട് ഹൈജീൻ നോക്കിയില്ലെങ്കിൽ കുറേ കോൺസിക്വൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതൊന്നും റീയൂസ് ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ പറയുന്നുള്ളത്. പിന്നെ മെൻസ്ട്രൽ കപ്പ് ഓഫ് കോഴ്സ് റീയൂസബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ആയിരിക്കും അഫോർഡബിൾ. ജസ്റ്റ് 500 മെൻസ്ട്രൽ കപ്പ് ഈസിലി അവൈലബിൾ ആണ്. അതിലും ചെറിയ പൈസ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങിയത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ 500 തന്നെയാണോ വാങ്ങിയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. 400 സംതിങ് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 500 ആണോ എനിക്ക് ഓർമ്മയില്ലടാ. പല പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അതാണ് നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുവാണെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ കുറച്ചുകൂടി കൺവീനിയൻ്റ് അതാണ്. ഓവറോൾ ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മെൻസ്ട്രൽ കപ്പ്. നമുക്ക് കംഫർട്ടബിൾ ആണ്, ഹൈജീനാണ്, നമുക്ക് ഇറിറ്റേഷൻ ഇല്ല, ഇച്ചിങ് ഇല്ല, ഓർഡർ ഇല്ല. ഇറ്റ്സ് സോ കൺവീനിയൻറ്റ്. മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തോ? പിന്നെയുള്ളതാണ് പീരിയഡ് പാൻറ്റീസ്. ഇത് നിങ്ങൾക്ക് റീയൂസബിളും ഉണ്ട്, അതുപോലെ തന്നെ 1 ടൈം യൂസ് ചെയ്യാനും ഉണ്ട്. റീയൂസബിൾ ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല, ബിക്കോസ് ഹൈജീൻ്റെ ഒരു ഇഷ്യൂ ആണ്. നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് കോൺസിക്വൻസസ് ഉണ്ടാവും. ഇതും ഒരു ബിഗിനർ ഫ്രണ്ട്ലി ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ് ടാമ്പോൺസ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പിന്നെ ഹൈജീൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ
നിങ്ങൾ എല്ലാ ഫ്യൂ അവേഴ്സിലും പാഡ്സ് അല്ലെങ്കിൽ ടാമ്പോൺസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്പോട്ടിങ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വളരെ കുറച്ച് ബ്ലഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ്ങർ ടൈം വെക്കാന്നുള്ളത് അല്ലെങ്കിൽ കുറച്ച് കൂടെ വെക്കാന്നുള്ളത് നിങ്ങൾക്ക് വിചാരം ഉണ്ടെങ്കിൽ നോ, എവറി 4 hours എന്തായാലും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിലും നിങ്ങൾക്ക് 4 hours ഒന്നും വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേഞ്ച് ചെയ്യാം, അതിന് മുന്നേ ചേഞ്ച് ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ നമ്മളെ ജനൈറ്റൽ ഏരിയ നിങ്ങൾ വാഷ് ചെയ്യുക നോർമൽ വാട്ടറുമായി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ്. പിന്നെ ചിലവർ മൈൽഡ് സോപ്പ് വാട്ടർ അല്ലെങ്കിൽ വെജൈനൽ വാഷൊക്കെ വൾവ വാഷൊക്കെ, അതായത് ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാനുള്ള ഇതൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ കെയർഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക, pH ഒക്കെ നോക്കുക. ഇത് സെൻസിറ്റീവ് ഏരിയ ആണ്, സോ നമ്മളെപ്പോഴും കെയർഫുൾ ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹെയർ ട്രിം ചെയ്യാം, പ്യൂബിക് ഹെയർ ട്രിം തന്നെ ചെയ്യാൻ നോക്കുക. വാക്സിങ്ങും ഷേവിങ്ങും ഒന്നും ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങൾ വെജൈന ക്ലീൻ ചെയ്യേണ്ട ആവശ്യം, അതൊരു സെൽഫ് ക്ലീനിങ് ഓർഗൻ ആണ്. ഓക്കെ, പിന്നെ ക്ലീൻ ആയിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക, സപ്പോർട്ട് ചെയ്യുന്ന അയൺ, ആൻറ്റി ഓക്സിഡൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക, വൈറ്റമിൻസ്, പ്രോട്ടീൻ. സോ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പാഡ് അല്ലെങ്കിൽ ടാമ്പോണ് 1 ഇയറിന് 1 ഹവറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 1 ഹവറിൽ ഇത് ഇങ്ങനെ സോക്കായിട്ട് ഇരിക്കുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അതുപോലെ തന്നെ സഡനായിട്ട് ഞങ്ങൾക്ക് ഇറഗുലർ ആയിട്ടാണ് പീരിയഡ്സ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. പിന്നെ ഒരു 8 ദിവസത്തിന് മുകളിൽ നിങ്ങളെ പീരിയഡ്സ് പോകുന്നുണ്ടെങ്കിലും കാണണം. 7-8 ദിവസത്തിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ കാണുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 15 വയസ്സായി എന്നിട്ട് നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ അതായത് ഫസ്റ്റ് പീരീഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു റീസൺ ഇല്ലാതെ പീരിയഡ്സ് മിസ് ആവുകയാണെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണാം. ബട്ട് ബിഗിന്നേഴ്സിന് ഇത് ബാധകമല്ല. അതായത് നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാവാതെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഇറഗുലറൊക്കെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ പീരിയഡ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊന്ന് മെച്യൂർ ആവാൻ നിങ്ങൾക്ക് ഹോർമോൺസ് ബോഡിയൊക്കെ ഒന്ന് മെച്യൂർ ആവാൻ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ഇറഗുലാരിറ്റി ഒക്കെ വരും. പിന്നെ ഇത് ആയിട്ട് മാസമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പീരിയഡ്സ് സ്കിപ്പ് ആവാം, അല്ലെങ്കിൽ ഭയങ്കര ഇറഗുലർ ആവാം, ഭയങ്കര കുറഞ്ഞ ഫ്ലോ ആയിരിക്കും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. അതൊന്നും നിങ്ങൾ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, കുറച്ച് മാസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ചെറിയ ഇറഗുലാരിറ്റി ഉണ്ടാകുന്നുള്ളത് നോർമൽ ആണ്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പീരീഡിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഏതെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരോടെങ്കിലും എൽഡേഴ്സിനോട് പറയുക. പിന്നെ ഇങ്ങനെ ഇറഗുലാരിറ്റി വരുന്നത് നോർമലാണ്, ഇടയ്ക്ക് പീരീഡ്സ് സ്കിപ്പ് ആവുന്നത് നോർമലാണ്, വളരെ കുറഞ്ഞ ഫ്ലോ ഉള്ളത് നോർമലാണ്, ചിലപ്പോൾ 1-2 ദിവസം മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ, ദാറ്റ്സ് ഓൾസോ നോർമൽ. പിന്നെ എല്ലാവർക്കും 7 days ഫ്ലോ ഉണ്ടാവണമെന്നൊന്നുമില്ല. ചിലവർക്ക് 3 days ആയിരിക്കും, ചിലവർക്ക് 4 days ആയിരിക്കും, 3 to 7 days ഒക്കെ ആയിരിക്കും മിക്കുള്ളവർക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയണം, പറഞ്ഞുപോയി. ബ്ലോട്ടിങ്, ബ്രസ്റ്റ് ടെൻഡർനെസ് ഒക്കെ നോർമലാണ്. ഇനി പീരീഡ് ആവുന്നതിന് മുന്നേ ഉള്ള സൈൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. മീൻസ് അങ്ങനെയല്ല, ഫസ്റ്റ് പീരീഡ് ആവുന്നതിന് മുന്നേ ഉള്ളതാണ്. ഓഫ് കോഴ്സ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, പ്യൂബിക് ഹെയർ ഉണ്ടായിരിക്കും, പിന്നെന്താ ഇങ്ങനത്തെ കുറച്ച് ബോഡി ഹെയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പീരീഡ് വരാൻ. ഓക്കെ, ഫസ്റ്റ് പീരീഡ്. ആൻഡ് അതങ്ങനെ വെറിയൊന്നും ആവേണ്ട സാധനമൊന്നുമല്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. പിന്നെ ഇതാരെങ്കിലും ഡേർട്ടിയാണ്, ഒരു ടാബു ആയിട്ടൊക്കെയാണ് സ്റ്റിൽ സൊസൈറ്റിയിലുള്ളത്, ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് ദാറ്റ്. പീരിയഡ്സ് നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ വുമൻസിനും വരുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സാണ്. അതിന് അഷെയിംഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പീരിയഡ്സിലാണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഡേർട്ടി ആവുന്നില്ല. ഓക്കെ,
ഓക്കെ, നമുക്ക് കുറച്ച് മിത്സും കൂടി വേഗം ക്ലിയർ ചെയ്യാം. എനിക്ക് ഈ ഒരു വീഡിയോ അല്ല ഇനിയും വീഡിയോ എടുക്കാനുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോണേ. അപ്പോൾ ഞാൻ എഴുതി വെച്ച സാധനമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റ് പാഡ്സ് യൂസ് ചെയ്യാം, ഹൈഡ്രേഷൻ ചെയ്യാം ബോഡിയെ നന്നായിട്ട്. അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള എക്സസൈസ് സ്ട്രെച്ചിങ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, മന്ത് ടു മന്ത് ചെറിയ വാരീസ് ഉണ്ടാവും എന്നുള്ളത് നോർമലാണ് കേട്ടോ. പിന്നെ നിങ്ങളെ പീരീഡ് ലേറ്റ് ആവുകയാണെങ്കിൽ സ്ട്രെസ്, എക്സസൈസ്, സ്ലീപ്പ്, അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ ലോവർ ബോഡി ഹൈറ്റ്, ഈറ്റിംഗ് ഡിസോർഡർ, ഓവർ വെയ്റ്റ്, PCOS, PCOD, ഹോർമോണൽ കൺട്രോൾ പിൽസ്, ഹോർമോണൽ ഇംബാലൻസ്, പിന്നെ മെനോപോസ്, പ്യൂബർട്ടി, ഇതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഫാക്ട്സ് പറയാം. യു ആർ ഡേർട്ടി ഡ്യൂറിങ് യുവർ പീരീഡ്. നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. ഭയങ്കര നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ്. അന്നേരം ഇങ്ങനെ ചിലർ പറയും അമ്പലത്തിൽ പോറും അങ്ങനെ ആക്കുറു ഇങ്ങനെ ആക്കുറു. ഒന്നും നിങ്ങൾ കേൾക്കാൻ പോകണ്ട, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണം നിങ്ങൾ പോയിക്കോ. പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ യു കനോട്ട് എക്സസൈസ് ഡ്യൂറിങ് യുവർ പീരീഡ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. പിന്നെ ലൈറ്റ് സ്ട്രെച്ചിങ്ങും ലൈറ്റ് എക്സസൈസൊക്കെ നിങ്ങളുടെ ക്രാംസ് ഒക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എവറി സൈക്കിൾ ഈസ് എക്സാക്ട്ലി 28 days. നോ, ഇറ്റ് വാരീസ്. ദാറ്റ് ഈസ് നോർമൽ. ഓക്കെ, പിന്നെ ഭയങ്കരമായിട്ട് ഇറഗുലാരിറ്റി വരുന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ മതി. പിന്നെ സ്വിമ്മിങ് ഈസ് ഇമ്പോസിബിൾ ഡ്യൂറിങ് യുവർ പീരീഡ്. നോ, ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തിട്ട് സ്വിം ചെയ്തിട്ടുള്ള ആളാണ്. നോ പ്രോബ്ലം. നിങ്ങൾ അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെൻസ്ട്രൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, പിന്നെ കുറച്ച് ഫാക്ട്സും കൂടി പറഞ്ഞുതരാം. A girl can become pregnant after ovulation even before having many periods. Stress, illness, weight changes, sleep, and exercise can affect periods. The first few years after periods begins are often irregular. I already പറഞ്ഞു. Vaginal discharge between periods is usually normal and helps keep the vagina healthy. നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ക്ലിയർ ഒരു യെല്ലോയിഷ് കളറൊക്കെ ആണെങ്കിൽ പക്കാ നോർമൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെജൈനൽ സ്മെൽ, ഒരു ഫിഷി സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് ചെറിയൊരു ഓർഡർ എല്ലാവർക്കും ഉണ്ടായിരിക്കും, ആ ഒരു ബ്ലഡിൻ്റെ ആയാലും ഒക്കെ ഉണ്ടായിരിക്കും. ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. അല്ലെങ്കിലും നമ്മൾ വളർക്ക് ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാഡ്സ് നല്ല ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ ഇറിറ്റേഷൻ, റെഡ്നെസ്, ഇച്ചിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സോ നല്ലത് ചൂസ് ചെയ്യുക. ഓക്കെ, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു മെൻസ്ട്രൽ കപ്പ്. ഇത് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ ഫീഡ്ബാക്ക് പറയാം. സോ ലവ് യു, ടേക്ക് കെയർ.